ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് എന്തിന്? ഉത്തരം: അവൻ്റെ വാക്കുകൾ കേൾക്കാൻ. 2. ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നപ്പോൾ പിറുപിറുത്തത് ആര്? ഉത്തരം: നിയമജ്ഞരും ഫരിസേയരും. 3. ഇവൻ ആരെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തത്? ഉത്തരം: പാപികളെ. 4. തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ടതിനെ തേടി പോകുന്നത്? ഉത്തരം: മരുഭൂമിയിൽ. 5. 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യില്ലേ എന്നാണ് യേശു ചോദിച്ചത്? ഉത്തരം: 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോവുകയില്ലേ? 6. നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് ആരെയെല്ലാം വിളിച്ചുകൂട്ടിയാണ് പറഞ്ഞത്? ഉത്തരം: കൂട്ടുകാരെയും അയൽവാസികളെയും. 7. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ തന്നോടുകൂടി സന്തോഷിക്കുവാൻ അവൻ ആരെ വിളിച്ചുകൂട്ടും? ഉത്തരം: കൂട്ടുകാരെയും അയൽവാസികളെയും. 8. 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ ആരെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും? ഉത്തരം: അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. 10. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെ കൂടുതൽ സന്തോഷമുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: സ്വർഗത്തിൽ. 11. ലൂക്ക 15-ാം അധ്യായത്തിൽ എത്ര ഉപമകൾ ഉണ്ട്? ഏതെല്ലാം? ഉത്തരം: 3. കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. 12. നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിച്ചത് ആര്? ഉത്തരം: 10 നാണയത്തിൽ നിന്ന് 1 നഷ്ടപ്പെട്ട സ്ത്രീ. 13. നാണയം കണ്ടുകിട്ടുമ്പോൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞ് ആ സ്ത്രീ വിളിച്ചുകൂട്ടിയത് ആരെ? ഉത്തരം: കൂട്ടുകാരെയും അയൽവാസികളെയും. 14. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെ സന്തോഷം ഉണ്ടാകുമെന്നാണ് കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ പറയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ. 15. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ ആരെക്കുറിച്ച് സന്തോഷം ഉണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. 16. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മനുഷ്യന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം: 2. 17. പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് പറഞ്ഞതാര്? ഉത്തരം: ഇളയവൻ. 18. ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് എവിടേക്കാണ് പോയത്? ഉത്തരം: ദൂരദേശത്തേക്ക്. 19. ഇളയവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്തുണ്ടായി? ഉത്തരം: ഒരു കഠിനക്ഷാമം. 20. ആ ദേശത്ത് എന്തുണ്ടായപ്പോഴാണ് ഇളയവൻ ഞെരുക്കത്തിൽ ആയത്? ഉത്തരം: ഒരു കഠിനക്ഷാമം. 21. ഞെരുക്കത്തിലായപ്പോൾ ഇളയവൻ ആരുടെ അടുത്ത് അഭയം തേടി? ഉത്തരം: ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത്. 22. ആ ദേശത്തെ ഒരു പൗരൻ അവനെ പന്നികളെ മേയ്ക്കാൻ എവിടേക്കാണ് അയച്ചത്? ഉത്തരം: വയലിലേക്ക്. 23. എങ്ങനെ വയറു നിറയ്ക്കാനാണ് ഇളയവൻ ആശിച്ചത്? ഉത്തരം: പന്നി തിന്നിരുന്ന തവിടുകൊണ്ട്. 24.
ഞാൻ എഴുന്നേറ്റ് എവിടെ പോകും എന്നാണ് ഇളയവൻ പറഞ്ഞത്. ഉത്തരം: എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്. 25. ഞാൻ ആർക്കെതിരെ പാപം ചെയ്തു എന്ന് പിതാവിനോട് പറയും എന്നാണ് ഇളയവൻ പറഞ്ഞത്. ഉത്തരം: സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും. 26. ഇനി എന്തു വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് ഇളയവൻ പറയുന്നത്. ഉത്തരം: നിന്റെ പുത്രൻ. 27. ദൂരെ വെച്ചു തന്നെ തൻ്റെ മകനെ കണ്ട പിതാവ് എന്തു ചെയ്തു? ഉത്തരം: മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 28. ലൂക്ക 15:22 പ്രകാരം ഇവനെ എന്തു ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് ദാസരോട് പറഞ്ഞത്? ഉത്തരം: മേൽത്തരം വസ്ത്രം. 29. ഇവനെ എന്ത് അണിയിക്കുവിൻ എന്നാണ് ലൂക്ക 15:22 പ്രകാരം പിതാവ് ദാസരോട് പറഞ്ഞത്? ഉത്തരം: കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും. 30. ഭക്ഷിച്ച് ആഹ്ലാദിക്കാനായി എന്തിനെ കൊല്ലാനാണ് പിതാവ് പറഞ്ഞത്? ഉത്തരം: കൊഴുത്ത കാളക്കുട്ടിയെ. 31. വയലിൽ നിന്ന് തിരിച്ചു വന്ന മൂത്ത മകൻ വീടിനടുത്ത് വച്ച് എന്തിൻ്റെ ശബ്ദമാണ് കേട്ടത്? ഉത്തരം: സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം. 32. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, ആര് ആരോട് പറഞ്ഞു? ഉത്തരം: വേലക്കാരൻ മൂത്ത മകനോട്. 33. സഹോദരനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് പിതാവ് എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് വേലക്കാരൻ പറഞ്ഞത്? ഉത്തരം: കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. 34. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന വിവരം അറിഞ്ഞ് കോപിച്ചത് ആര്? ഉത്തരം: മൂത്ത മകൻ. 35. ആരാണ് കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചത്? ഉത്തരം: മൂത്ത മകൻ. 36. അകത്തു കയറാൻ വിസമ്മതിച്ച മൂത്ത മകനോട് പിതാവ് പുറത്തു വന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം: സാന്ത്വനങ്ങൾ. 37. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, ആര് ആരോട് പറഞ്ഞു? ഉത്തരം: മൂത്ത മകൻ പിതാവിനോട്. 38. കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തുപോലും തന്നില്ല എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? ഉത്തരം: ഒരു ആട്ടിൻകുട്ടിയെ പോലും. 39. ഇളയ മകൻ പിതാവിൻ്റെ സ്വത്തെല്ലാം എങ്ങനെ ധൂർത്തടിച്ചു എന്നാണ് മൂത്ത മകൻ പറഞ്ഞത്? ഉത്തരം: വേശ്യകളോട് കൂട്ടുചേർന്ന്. 40. മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ധൂർത്തപുത്രനിലെ ഉപമയിലെ പിതാവ് മൂത്ത മകനോട്. 41. ലൂക്ക 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഉപമകൾ മാത്രമുള്ള അധ്യായം? ഉത്തരം: 15-ാം അധ്യായം.